ഡൂംസ്ഡേയിൽ മെയിൻ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ ഡൂമാണ്. പക്ഷേ അതിൽ മെയിൻ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ മെയിനായിട്ട് അതിൻ്റെ പ്ലോട്ട് ഇരിക്കുന്നത് തന്നെ ഇൻകേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല ഈ ട്രെയിലറിൽ തന്നെ പടത്തിൽ തന്നെ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് 3 യൂണിവേഴ്സുകളാണ്. നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ യൂണിവേഴ്സും നമ്മുടെ മാർവലിൻ്റെ എർത്ത് 616ഉം പിന്നെ എക്സ്മെൻസിൻ്റെ ആ യൂണിവേഴ്സും. അങ്ങനെ ഈ 3 യൂണിവേഴ്സുകൾ കൂട്ടിയിടിച്ച് നശിക്കാൻ പോകണ പോലെയായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അങ്ങനെ ചുമ്മാ അങ്ങ് കൂട്ടിയിടിച്ച് നശിക്കുന്ന പോലെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു ട്രിഗർ പോയിന്റ് വേണം. അതായത് ഈ ഇൻകേഷൻസ് ഒക്കെ നടക്കാൻ പറ്റുള്ള ഒരു ട്രിഗർ പോയിന്റ്. അതെന്താണ്? ഇപ്പം നമ്മുടെ പഴയ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് വയസ്സായിട്ടുണ്ടായിരുന്ന എൻ ഗെയിമിൽ കണ്ടിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വന്നു. അങ്ങനെ പുള്ളി ഇപ്പോൾ തിരിച്ചു വരാൻ കാരണം എന്താണ്? അതും ഈ ഇൻകേഷൻസും തമ്മിൽ എന്താണ് കണക്ഷൻ? സോ അതെന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കുറച്ച് പേർക്കെങ്കിലും ഇൻകേഷൻസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്പെടും. ഫസ്റ്റ് തന്നെ എന്താണ് ഇൻകേഷൻ? ഈ ഇൻകേഷൻസിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനായിരിക്കും. അതിനുശേഷമുള്ള ചില പടങ്ങളിലും സീരീസുകളിലൊക്കെ അവിടെയും ഇവിടെയും തൊട്ട് പോയിട്ടുണ്ടെങ്കിലും ക്ലിയർ ആയിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതിനുശേഷം ഡൂംസ്ഡേയിലായിരിക്കും ആ ഇൻകേഷൻസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി പോകുന്നത്. ഈ ഇൻകേഷൻ എന്ന് പറയുന്നത് തന്നെ 2 യൂണിവേഴ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിൽ ഒന്നോ അല്ലെങ്കിൽ 2 യൂണിവേഴ്സുകളും മൊത്തമായിട്ട് നശിക്കുന്നതിനെയാണ് ഇൻകേഷൻസ് എന്ന് പറയുന്നത്. അതും മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മുടെ പൊട്ടനായിട്ടുള്ള സ്മാർട്ടസ്റ്റ് മാൻ അലൈവ് ആയിട്ടുള്ള മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതായത് പുള്ളി ആ യൂണിവേഴ്സുകളിൽ വന്നേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളി ഒരു ഇൻകേഷനെ തന്നെ ട്രിഗർ ആവുന്നു. അതിനുശേഷം അതിൻ്റെ എൻഡിൽ നമ്മുടെ ക്ലിയയും വന്നിട്ട് പറയുന്നുണ്ട് പുള്ളി ഒരു ഇൻകേഷനെ ട്രിഗർ ചെയ്തെന്ന്. അതായത് ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾ വേറൊരു യൂണിവേഴ്സിൽ പോയിട്ട് അയാളുടെ പ്രസൻസ് എത്രത്തോളം അവിടെ ഉണ്ടോ അവരുടെ ആ അതായത് ഇപ്പോൾ അവർ പോയിരിക്കുന്ന ആ യൂണിവേഴ്സിനെ അത് ബാധിക്കാൻ തുടങ്ങും. സോ അത് ഒരു ഇൻകേഷന് കാരണമാവും. അത് മാത്രമല്ല ഡ്രീം വാക്കിങ്ങും ഇൻകേഷന് കാരണമാവുമെന്ന് ഓൾറെഡി ആ പടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സുപ്രീം സ്ട്രേഞ്ച് ആ പടത്തിൽ തന്നെ ഈ താനോസിനെ അതായത് അവരുടെ യൂണിവേഴ്സിലുള്ള ആ താനോസിനെ തടയാൻ വേണ്ടിയിട്ട് പുള്ളി പല പോസിബിലിറ്റീസ് തേടിയിട്ട് പല യൂണിവേഴ്സുകളിലേക്ക് ഡ്രീം വാക്കിംഗ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ ഈ ഡ്രീം വാക്കിംഗ് കാരണം ഒരു യൂണിവേഴ്സ് തന്നെ നശിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇനിയും പുള്ളിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ യൂണിവേഴ്സും ചിലപ്പോൾ ഇനിയും പുള്ളിയുടെ ഡ്രീം വാക്കിംഗ് കാരണം നശിക്കുന്നു വിചാരിച്ചിട്ടാണ് ഒരു പ്രിക്കോഷൻ എന്ന രീതിക്ക് നമ്മുടെ ആ ഇലുമിനാറ്റി മെമ്പേഴ്സ് അവരുടെ യൂണിവേഴ്സിൽ ആ ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊല്ലുന്നത്. ഇത് യൂണിവേഴ്സുകളുടെ കാര്യത്തിൽ മാത്രമാണ്. ഇത് മാത്രമല്ല ടൈം ലൈനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാലും അതും ഒരു ഇൻകേഷന് കാരണമാവും. അതായത് എൻ ഗെയിമിൽ നമ്മുടെ അവഞ്ചേഴ്സ് ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ തന്നെ ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് നമ്മുടെ ഏൻഷ്യൻ്റ് കൊണ്ട് പറയുന്നുണ്ടാവും. അതായത് അവരുടെ ആ യൂണിവേഴ്സിലുള്ള ആ ടൈം ലൈനിൽ നിന്ന് ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് മാറ്റിയാൽ പോലും അവരുടെ ആ ബ്രാഞ്ചായി പോകുന്ന പുതിയൊരു യൂണിവേഴ്സ് അത്ര നല്ല രീതിക്ക് ആയിരിക്കില്ല എന്ന്. അതായത് ഓൾറെഡി നടക്കേണ്ട ആ നാച്ചുറൽ ഓർഡറിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ ഇൻകേഷൻസിന് ചിലപ്പോൾ ഒരു ട്രിഗർ പോയിന്റ് ആവാം. ഈ ഒരു ടൈം ലൈൻ്റെ സംഭവമാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സംഭവത്തിൽ ആപ്ലിക്കബിൾ ആവുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻകേഷൻ എന്ന് പറയുന്ന സംഭവം. ഇനി ആ ട്രെയിലറിൽ തന്നെ 3 എർത്തുകളെ ആ നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് നിൽക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് ആ 3 എർത്തുകൾ മാത്രം അങ്ങനെ കൂട്ടിയിടിക്കാൻ വേണ്ടി പോകുന്നത്? അതായത് ആ 3 എർത്തുകളിലും അതായത് ആ 3 യൂണിവേഴ്സുകളിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടെങ്കിലല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയിടിക്കാൻ വേണ്ടി പോവുള്ളൂ. അതെന്താണ്? ആദ്യം തന്നെ ആ എക്സ്മെൻ യൂണിവേഴ്സ്. ആക്ച്വലി ഇതിന് മുമ്പ് ഡൂംസ്ഡേയുടെ മുമ്പ് പുറത്തു വന്നിട്ടുള്ള പ്ലോട്ട് ലീക്കിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്. പ്ലോട്ട് ലീക്കൊന്നും അറിയാൻ താല്പര്യം ഇല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലോട്ട് ലീക്ക് പ്രകാരം ഈ എക്സ്മെൻ യൂണിവേഴ്സിൽ ഓൾറെഡി ഇൻകേഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സുകളായിട്ട് നശിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അവർ ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സുകൾ നശിപ്പിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് ഇവർ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ലീക്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. ഇനി ഇവരുടെ യൂണിവേഴ്സ് എങ്ങനെ നമ്മുടെ എർത്ത് 616 ഇൻകേഷൻ വരുന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഓൾറെഡി എന്തായാലും ഇപ്പോൾ അവരുടെ യൂണിവേഴ്സ് ഇൻകേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവരുടെ യൂണിവേഴ്സിൽ അങ്ങനെ ഇൻകേഷൻസ് നടക്കാൻ കാരണമാകുന്നു? അതിനുള്ള കാരണമാണ് ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മുടെ ഫോക്സ് യൂണിവേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന അതേ എക്സ്മെൻസിൻ്റെ ആ സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും ഈ എക്സ്മെൻ യൂണിവേഴ്സിലുള്ള ആ ഹീറോസിനൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എക്സ്മെൻ ദ ഫ്യൂച്ചർ പാസ്റ്റിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ വൂൾവറിൻ ഓൾറെഡി പാസ്റ്റിൽ പോയിട്ട് അതായത് ആ മൊത്തം യൂണിവേഴ്സിൻ്റെ ടൈം ലൈൻ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് കാരണമായിരിക്കാം ചിലപ്പോൾ അവരുടെ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സുകളായിട്ട് കൊളൈഡ് ആവുന്നത് ഇൻകേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ആയിരിക്കാം അവർ ചിലപ്പോൾ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് അവരുടെ യൂണിവേഴ്സായിട്ട് കൊളൈഡ് ആവാൻ വേണ്ടി പോയപ്പോൾ ചിലപ്പോൾ നശിപ്പിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ അവരുടെ യൂണിവേഴ്സ് നമ്മുടെ എർത്ത് 616 ഒരു ഇമ്പാക്റ്റിന് വരുന്നു, ഐ മീൻ എങ്ങനെ കൊളൈഡ് ആവാൻ വേണ്ടി പോകുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇതിന് മുമ്പ് ദ മാർവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടവരാത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ 2 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അതായത് ആ പടത്തിൻ്റെ എൻഡിൽ തന്നെ നമ്മുടെ മോണിക്ക റാംബോ ഒരു റിഫ്റ്റ് മൂലം വേറൊരു യൂണിവേഴ്സിലേക്ക് പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് അതിൽ നമ്മുടെ ബീസ്റ്റിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്ത് ചെന്ന് വിട്ടിട്ടുള്ളത് ആ എക്സ്മെൻ യൂണിവേഴ്സാണ്. ചിലപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സ് വേറെ, ചിലപ്പോൾ നമ്മുടെ ഈ ഡൂംസ്ഡേയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന എക്സ്മെൻ യൂണിവേഴ്സ് വേറെ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ആ എക്സ്മെൻ യൂണിവേഴ്സും ഡൂംസ്ഡേയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന എക്സ്മെൻ യൂണിവേഴ്സും ഒന്നാവാൻ തന്നെയാണ് ചാൻസ്. അല്ലാതെ ഇത്രയും ഒരു ഇതിൽ അവർ അങ്ങനെ ആ യൂണിവേഴ്സ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എർത്ത് 616 ഒരു ക്യാരക്ടറായിട്ടുള്ള മോണിക്ക റാംബോ ആണ് ഇപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സിലുള്ളത്.
ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് വേറെ യൂണിവേഴ്സിലുള്ള ഒരു ക്യാരക്ടറാണ് മറ്റൊരു യൂണിവേഴ്സിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു ഇൻകേഷൻ ട്രിഗർ ആയിട്ടുണ്ടാവും. അങ്ങനെ ആ എക്സ്മെൻ യൂണിവേഴ്സ് നമ്മുടെ എർത്ത് 616 ആയിട്ടുള്ള ഒരു ഇൻകേഷന് വേണ്ടി വരുന്നതായിരിക്കാം. അപ്പോഴും 2 യൂണിവേഴ്സുകൾ തമ്മിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളൂ. അതായത് ആ സ്ക്രീനിൽ ഓൾറെഡി 3 യൂണിവേഴ്സുകൾ ഒരുമിച്ച് കൊളൈഡ് ആവുന്ന പോലെ ഇരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇനി ഒരു യൂണിവേഴ്സും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റോൺസ് ഒക്കെ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പാസ്റ്റിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ ലൈഫ് പാസ്റ്റിൽ തന്നെ ജീവിച്ചിട്ടായിരിക്കും പുള്ളി അതിൽ വരുന്നവരെ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു കാര്യം എൻഡ് ഗെയിമിൽ, അതായത് ഇപ്പോൾ റിലീസാകാൻ വേണ്ടി പോകുന്ന സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എൻഡ് ഗെയിമിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഓൾറെഡി റീസോ ബ്രദേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ പ്ലോട്ടിലേക്കും പ്രകാരം നമ്മുടെ ഈ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ ആ പാസ്റ്റിലുള്ള ആ ടൈം ലൈനിൽ ആയിരിക്കില്ല ജീവിച്ചിട്ടുണ്ടാവുക. കാരണം പുള്ളി ആ പാസ്റ്റിലുള്ള ടൈം ലൈനിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ ഇമ്പാക്റ്റിന് കാരണമാവും. കാരണം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ആ ഒരു ടൈം ലൈനിൽ ഓൾറെഡി സംഭവിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ആയിട്ട് മാറും. സോ അത് അത്ര നല്ല രീതിക്ക് ആയിരിക്കില്ല പോവുക. കാരണം ഓൾറെഡി പുള്ളി പാസ്റ്റിൽ പോവുകയാണെങ്കിൽ അവിടെ ഓൾറെഡി 2 ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ ജീവിക്കുന്ന ഒരു ക്യാപ്റ്റൻ അമേരിക്കും പിന്നെ ഓൾറെഡി ആ ഐസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ക്യാപ്റ്റൻ അമേരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലോക്കി ഡയറക്റ്റായിട്ട് പോയിട്ട് നീയൊക്കെ ഇപ്പോഴാണ് താനോസിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെയൊക്കെ യൂണിവേഴ്സ് രക്ഷിച്ചിട്ടുള്ളത്, ഇനി നീ ഈ പാസ്റ്റിൽ നിൽക്കുന്ന കാരണം നിൻ്റെ യൂണിവേഴ്സിന് വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിന്നെ ഞാൻ സേഫ് ആക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ഒരു പക്ഷേ നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നുണ്ടാവും. അതാണ് പ്ലോട്ട് ലീഗിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ ഈ സ്റ്റീവ് റോജേഴ്സും പെഗി കാർട്ടറിനെയും പോലെ ക്യാരക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ ആ ഒരു ടൈം ലൈനിൽ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ പറയാൻ സ്പെസിഫിക് ആയിട്ട് ഒരു റീസൺ കൂടി ഉണ്ട്. കാരണം ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ ലോക്കിനെ കാണിക്കുന്ന സീനിൽ പുള്ളിയുടെ ആ ടി വിയുടെ കാർഡ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ടി വിയുടെ കാർഡ് തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ശരിയാണെങ്കിൽ അത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണ്. കാരണം പുള്ളിയുടെ കയ്യിൽ ഒരു റിങ് ഉള്ളത് കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വെഡ്ഡിങ് റിങ്. അതേ റിങ് തന്നെ നമ്മുടെ ആ എൻഡ് ഗെയിമിലുള്ള ആ ഓൾഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിലും ഉണ്ടാവും. മാത്രമല്ല ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ട്രെയിലർ കാണിച്ചിട്ടുള്ളപ്പോൾ പുള്ളിയുടെ കയ്യിലും കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ ലോക്കി ആയിരിക്കണം പുള്ളിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാർഡ് ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെയായിരിക്കും ആ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഈ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ എത്തിയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വേറൊരു ഇൻകേഷന് കാരണമായിട്ടുണ്ടാവും. കാരണം പുള്ളി ഇപ്പോൾ ഉള്ളത് ഒരു യൂണിവേഴ്സിലുള്ള ഒരാൾ വേറൊരു യൂണിവേഴ്സിലാണുള്ളത്. അങ്ങനെ അത് കാരണം അതൊരു ഇൻകേഷൻ ട്രിഗർ ആയിട്ടുണ്ടാവാം. അങ്ങനെ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ 3 യൂണിവേഴ്സുകളുടെയും ഇൻകേഷൻ പോയിന്റ്. അതുകൊണ്ടായിരിക്കും ഈ 3 യൂണിവേഴ്സുകളും ഒരുമിച്ച് കൊളൈഡ് ആവുന്ന പോലെ ആ സ്ക്രീനിൽ ചിലപ്പോൾ കാണിച്ചിട്ടുള്ളത്. കാരണം ഇത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. ആക്ച്വലി അവിടെ 3 യൂണിവേഴ്സ് അല്ല ശരിക്കും വരേണ്ടത്. ആക്ച്വലി അവിടെ 4 യൂണിവേഴ്സ് വരണം. കാരണം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഇലുമിനാറ്റി യൂണിവേഴ്സിലേക്ക് പോകുന്നതും അവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് വിട്ടുന്നതും അതേപോലെ തന്നെ വാണ്ട ഡ്രീം വോക്കിങ് ചെയ്തിട്ട് അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ആ പടത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടിട്ട് ക്ലിയർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതായത് യു കോസ്റ്റ് ആൻ ഇൻകേഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷേ ആ ഒരു യൂണിവേഴ്സും നമ്മുടെ എർത്ത് 616ഉം തമ്മിലുള്ള ആ ഒരു ഇൻകേഷനെ കുറിച്ചായിരിക്കും പുള്ളിക്കാരത്തെ അവിടെ ഹിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവർ മറന്നിട്ടുണ്ടാവും. അതിനെ ചിലപ്പോൾ അങ്ങ് തള്ളി വെച്ചിട്ടുണ്ടാവും. ഇനി ഈ ഇൻകേഷൻസിനൊക്കെ എങ്ങനെ തടയാം? ആക്ച്വലി ഈ ഇൻകേഷൻസൊക്കെ അതായത് 2015 ഇറങ്ങിയിട്ടുള്ള സീക്രട്ട് വാർ കോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ പടം തന്നെ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആ കോമിക്കിൽ ഈ ഇൻകേഴ്സിന് ട്രിഗർ പോയിന്റ് ആയിട്ടുള്ളത് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമാണ്. അതായത് അതിൽ ബിയോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5th ഡൈമെൻഷണൽ ബീയിങ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ അവർ ഈ മൾട്ടിവേഴ്സുകളിൽ എല്ലാത്തിലും ഒരു ആങ്കർ ബീയിങ് എന്നോണം മോളിക്യൂൾ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാവും. അതായത് എല്ലാ മൾട്ടിവേഴ്സുകളിലും ഈ മോളിക്യൂൾ മാൻ സെയിം തന്നെയായിരിക്കും. അങ്ങനെ ആ മോളിക്യൂൾ മാൻ ഒരു ബോംബിനെ പോലെ ഒരു ആക്ടിവേറ്റ് ആവാം. പുള്ളി ബ്ലാസ്റ്റ് ആവുകയാണെങ്കിൽ ആ മൊത്തം യൂണിവേഴ്സ് തന്നെ നശിക്കും. അങ്ങനെ ആ മോളിക്യൂൾ മാനെ നശിപ്പിച്ചിട്ട് ഈ ബിയോണ്ടേഴ്സിന് ഈ മൾട്ടിവേഴ്സ് തന്നെ നശിപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഡൂമോ ഇതുവരെ തപ്പിപ്പോവും. അതായത് ഈ മോളിക്യൂൾ മാനൊക്കെ തപ്പിയിട്ട് പല മൾട്ടിവേഴ്സുകളിൽ ട്രാവൽ ചെയ്യും. അങ്ങനെ അതിലൊരു ഘട്ടത്തിൽ പുള്ളി ഒരു മോളിക്യൂൾ മാൻ അങ്ങ് കൊന്നുകളയും. അങ്ങനെ ആ ഒരു മോളിക്യൂൾ മാൻ മരിച്ചതുകൊണ്ട് തന്നെ സകല മൾട്ടിവേഴ്സുകളും ഡീസ്റ്റെബിലൈസ് ആവും. കാരണം അതിലുള്ള ഒരു ആങ്കർ ബീയിങ് മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ആങ്കർ ബീയിങ് മരിച്ചതുകൊണ്ട് തന്നെ ഓരോരോ യൂണിവേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവാൻ തുടങ്ങി. കാരണം അതിലില്ലാത്തൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം മൾട്ടിവേഴ്സിലും ഡീസ്റ്റെബിലൈസ് ആയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് മരിക്കുക. എല്ലാ യൂണിവേഴ്സുകളും നശിക്കാൻ പോകും. അങ്ങനെ അവസാനമായിട്ട് 2 യൂണിവേഴ്സുകൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. മെയിനായിട്ടുള്ള എർത്ത് 616ഉം പിന്നെ അൾട്ടിമേറ്റ് യൂണിവേഴ്സും. സോ അങ്ങനെയാണ് കോമിക്കിൽ ഈ ഇൻകേഷൻസിൻ്റെ ട്രിഗർ പോയിന്റ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ മൾട്ടിവേഴ്സുകളും ഓൾറെഡി നശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഒരു യൂണിവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആയി കഴിഞ്ഞാൽ ആ യൂണിവേഴ്സ് പിന്നെ അടുത്ത ഒരു യൂണിവേഴ്സിൻ്റെ ബൗണ്ടറി ആയിട്ട് കൊളൈഡ് ആവാൻ വരും. അങ്ങനെ
പയ്യെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾറെഡി തന്നെ ഇൻകേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സുകൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം മൊത്തം ഇൻകേഷൻ നടന്നിട്ട് ഒരു തകർന്നിട്ടുള്ള ഒരു ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ യൂണിവേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ യൂണിവേഴ്സ് നശിച്ചതിന് ശേഷം ആ ഒരു യൂണിവേഴ്സും വേറൊരു യൂണിവേഴ്സിൻ്റെ ബൗണ്ടറി കൊളൈഡായിട്ട് അങ്ങനെ ആ യൂണിവേഴ്സ് അടുത്ത യൂണിവേഴ്സായിട്ട് കൊളൈഡായി അങ്ങനെ ആയിട്ട് മറ്റേ നമ്മുടെ കാർഡ് തട്ടിയിടൂലേ, അങ്ങനെ മൊത്തം നശിച്ചുകൊണ്ട് തന്നെ വരും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ വേറൊരു യൂണിവേഴ്സിലുള്ള ഒരാൾ മറ്റൊരു യൂണിവേഴ്സിലേക്കൊക്കെ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഈ ഇൻകേഷൻസിനെ പെട്ടെന്നാക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാർഡ് ഇങ്ങനെ വരിക്ക് തട്ടിയിട്ടു, അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ പോയിട്ട് വേറൊരു കാർഡ് വീണ്ടും മുന്നോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് ഓൾറെഡി അത് വീണ് വന്നോണ്ട് തന്നെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ നടുക്ക് നമ്മൾ വീണ്ടും തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് വീണ്ടും അങ്ങനെ തട്ടി മുന്നോട്ട് പോകും. സോ അങ്ങനെ അത് ഇൻകേഷൻസ് ആയി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഇൻകേഷൻ ഇനി എങ്ങനെ തടയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെ തടയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ആ സീക്രട്ട് വാർ കോമിക്സിൽ ഇറങ്ങി തിരിച്ചതും അവസാനം പുള്ളി തന്നെ ആ ട്രിഗർ പോയിന്റിന് കാരണമായത്. അതായത് ബിയോണ്ടോസ് എല്ലാം നശിപ്പിക്കുന്നതിന് മുമ്പേ അവരെ തടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇറങ്ങി പോകുന്നത്. അവസാനം പുള്ളിയായിരുന്നു ആ ഇൻകേഷൻസിനൊക്കെ കാരണമായിട്ടുള്ള ട്രിഗർ പോയിന്റ്, മോളിക്യൂൾ മാനെ കൊന്നിട്ട്. അതായത് ഓൾറെഡി നമ്മുടെ ഡോക്ടർ ഡൂമിന് കോമിക്കിൽ അറിയാവുന്ന കാര്യമാണ് ഇൻകേഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം. അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ RDJയുടെ ഡോക്ടർ ഡൂമിനും ഓൾറെഡി ഇൻകേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അങ്ങനെ അതും ആ ഒരു സംഭവം തന്നെയായിരിക്കും ഇതിൽ പടത്തിലും കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വേറെ യൂണിവേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എർത്ത് 616 നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ മൊത്തം ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് തന്നെ അടുത്ത ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സിനെ തടയാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ആ ശ്രമത്തിൽ ആ ഇൻഫിനിറ്റി സ്റ്റോൺസ് വരെ തകർന്നു പോകും. അത്രയ്ക്കൊക്കെ കാരണം ആ യൂണിവേഴ്സുകൾ കൊളൈഡ് ആവുന്ന ഒന്നിനും തടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് സീക്രട്ട് വാർസ് നടക്കുന്നതും മൊത്തം യൂണിവേഴ്സുകളും കൊളൈഡ് ആവുന്നതും. പക്ഷേ ആ ഒരു ഇതിൽ ഒരു ലൈഫ് റാഫ്റ്റ് പോലത്തെ ഒരു സാധനം നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇൻകേഷൻസ് ഒക്കെ നടക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ആ സ്പേസ് ടൈമിലേക്ക് നമ്മുടെ കുറച്ച് ഹീറോസ് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഡോക്ടർ ഡൂമി ഈ ബിയോണ്ടേഴ്സിനെ, അതായത് ഈ മോളിക്യൂൾ മാൻസിനെ തന്നെ വെച്ചിട്ട് മൊത്തം, അതായത് ബാക്കിയുള്ള മോളിക്യൂൾ മാൻസിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു ബോംബ് പോലത്തെ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബിയോണ്ടേഴ്സിനെ തന്നെ കൊന്നിട്ട് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്യുന്നതും അങ്ങനെ ഈ നശിച്ചു പോയിട്ടുള്ള, അതായത് മൊത്തം ചെതറിക്കിടക്കുന്ന നശിച്ചു പോയിട്ടുള്ള യൂണിവേഴ്സുകളുടെയൊക്കെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും. അങ്ങനെ ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഓൾറെഡി ഒറിജിനൽ യൂണിവേഴ്സിൽ നിന്ന് ലൈഫ് റാഫ്റ്റ് കാരണം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഹീറോസൊക്കെ അവിടേക്ക് ക്രാഷ് ലാൻഡായി വീണിട്ടുണ്ടാവും. അങ്ങനെ അവർ പുറത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് വീണ്ടും ഈ യൂണിവേഴ്സ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തന്നെയായിരിക്കും ഈ ഡൂംസ്ഡേയിലും കാണിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇൻകേഷൻസിനെ അവർക്ക് എന്തായാലും തടുക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ നമ്മുടെ ഡൂം എന്തായാലും ജയിക്കുകയും ചെയ്യും. കാരണം പുള്ളിക്ക് ഇപ്പോൾ വേണ്ടത് ഇൻകേഷൻസ് നടക്കാന്നുള്ള കാര്യമാണ്. എന്നിട്ട് പുള്ളിയുടെ ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷമായിരിക്കും സീക്രട്ട് വാർസിൽ എങ്ങനെ ഇതൊക്കെ തിരിച്ചു പിടിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇൻകേഷൻസിനെ കുറിച്ചും ആ ഇൻകേഷൻസ് എങ്ങനെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ 3 യൂണിവേഴ്സുകളെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ നമ്മളതൊക്കെ വീഡിയോ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.